പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളുമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു നടന്നത്. കട്ട് ഓഫ് ഓരോ ബാങ്കിനും ഓരോന്നായിരിക്കും, എങ്കിലും ഒരു 80 എബോവ് വരാനാണ് സാധ്യതയെന്നാണ് പറയുന്നത്. കാര്യം അത്രയ്ക്ക് സിമ്പിൾ ഒരു പരീക്ഷയായിരുന്നു. ഒരിക്കലും ഇത്തരം പരീക്ഷകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. കാര്യം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് അവർ കൂട്ടാൻ നോക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. നോക്കിക്കേ, KS Bava Committee recommended the formation of dash for the development of SC/ST community. SC/ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സൊസൈറ്റി വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ബാവ കമ്മിറ്റിയാണ്. ഏതിന് വേണ്ടിയിട്ടാണ്? SC/STക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുവേണ്ടി വന്നത് ഏതാണ്? എന്ത് ഫോം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്? ഏത് ഫോം ചെയ്യണമെന്നാണ് പറഞ്ഞത്? ലാംസ് ഫോം ചെയ്യണം. ലാർജ് ഏരിയ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ലാർജ് ഏരിയ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ബാവ കമ്മിറ്റിയാണ് പറഞ്ഞത്. KS ബാവ കമ്മിറ്റി. ഓക്കെ, നമ്മൾ ഓൾറെഡി കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിങ്ങിലോട്ട് നമ്മൾ കടക്കുന്നില്ല. പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതായിരിക്കും. അതായത് ആദ്യം മുതലുള്ള കമ്മിറ്റികൾ, ലേറ്റസ്റ്റ് 2013 കമ്മിറ്റീസ് വരെ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ്സുകൾ കാണാത്തവർ ക്ലാസ് പോയി കാണുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. An independent official appointed to investigate and resolve complaints relating to the functioning of cooperative societies. കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകൾ പരിശോധിക്കുന്ന ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി ആരാണ്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. ആരാണ്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ ആക്ട് ഓഫ് അൺനെസസറി ഡിലൈയിങ് ദ പോസ്റ്റ്പോണ്ടിങ് ടാസ്ക്. അതായത് നമ്മൾ കാരണമില്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക, അതിന് പറയുന്ന പേരെന്താണ്? പ്രൊക്രാസ്റ്റിനേഷൻ. നീട്ടിവെക്കത്തില്ലേ? നമ്മുടെയൊക്കെ സ്വഭാവം തന്നെ. നമ്മൾ എന്തെങ്കിലും ഇന്ന് നാളെ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങാം, അടുത്ത ദിവസം മുതൽ തുടങ്ങാം, അങ്ങനെ നീട്ടിവെച്ച് എക്സാം അടുത്ത ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം ആകുമ്പോഴാണ് നമുക്കിങ്ങനെ ചൂട് കയറുന്നത്. പിന്നെ നമുക്ക് ഒന്നും പഠിച്ചാൽ ഓർമ്മ നിൽക്കത്തില്ല. സോ എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? ഇങ്ങനെ നീട്ടിവെക്കുന്നതിന് എന്താണ് പറയുന്നത്? പ്രൊക്രാസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കേ. ഹൂ ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള? നമ്മുടെ രജിസ്ട്രാർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. TV സുഭാഷ് ആണോ? അല്ല. ആരാണ്? ഡോക്ടർ D സജിത് ബാബു IAS ആണ് നമ്മുടെ ഇപ്പോഴത്തെ രജിസ്ട്രാർ. നിങ്ങൾ അത്യാവശ്യമായി CSEB എക്സാമിന് മുൻപ് രജിസ്ട്രാർ കുറച്ച് ചെയർമാൻ അല്ല, എല്ലാവരുടെയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെ മേൽപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾക്കാരുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രാർ, ഇവയെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് എഴുതി വെക്കുക. എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് നോക്കിയിട്ട് പോകണം. അതിനകത്തുനിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ രജിസ്ട്രാർ ആരാണ്? സജിത് ബാബു IAS ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. പ്രൊഫസർ DG കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിന്റഡ് ബൈ. DG കാർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് അപ്പോയിന്റ് ചെയ്തത്? 1964 DG കാർവേ ICA ആണ് അപ്പോയിന്റ് ചെയ്തത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, CSEB എക്സാമിന് എപ്പോഴും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത് വളരെ സിമ്പിളായിട്ട് ചോദിക്കും. ചിലപ്പം അവർ 22ാമത്തത് എവിടെയാണ് നടന്നത് അങ്ങനെ ചോദിക്കും. എന്തായാലും പിന്നെ CSEB തന്ന സിലബസിലും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? സോ അപ്പം നമ്മൾ പ്രിൻസിപ്പിൾസ് വിട്ടൊരു കളിയില്ല. പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ 1 മാർക്ക് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ DG കാർവേ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് ആരാണ് അപ്പോയിന്റ് ചെയ്തത്? ICA ആണ് അപ്പോയിന്റ് ചെയ്തത്. നമുക്ക് നോക്കാം, പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICA എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇത് എന്നാണ് വന്നത്?
എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഓഗസ്റ്റ് 19, 1895. 1895 ഓഗസ്റ്റ് 19 വന്നത്. എവിടെയാണ് വന്നത്? ഇൻ ലണ്ടൻ, ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ്. ഓക്കെ, ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലാണ്, ലണ്ടനിലെ ഇംഗ്ലണ്ടിലാണ്. ദെൻ അപ്പൊ എന്നായിരുന്നു? ഓഗസ്റ്റ് 19, 1895. അടുത്ത നോക്കിക്കേ. ദെൻ ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഫ്രം ഓഗസ്റ്റ് 19 to 22. ഓഗസ്റ്റ് 19 മുതൽ 22 വരെയാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത്. അപ്പൊ ICA വന്നത് എന്നാണ്? ഓഗസ്റ്റ് 19, 1895. മറന്നു പോകരുത്. എന്നു മുതൽ എന്ന് വരെയായിരുന്നു ഇവരുടെ കോൺഗ്രസ്? 19 മുതൽ 22 വരെ ആയിരുന്നു. അറിയാം അല്ലേ? ദെൻ നോക്കിക്കേ. ഡെലിഗേറ്റ് കൺട്രീസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു എന്നുള്ളതാ. അർജന്റീന, ഓസ്ട്രേലിയ, ബെൽജിയം, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഹോളണ്ട്, ഇന്ത്യ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, സെർബിയ ആൻഡ് USA. ഇത്രയും രാജ്യങ്ങൾ അവിടെ മീറ്റ് കോൺഗ്രസിൽ പങ്കെടുത്തു. ആരൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. നോക്കിക്കേ. അർജന്റീന, ഓസ്ട്രേലിയ, ബെൽജിയം, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഹോളണ്ട്, ഇന്ത്യ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് ആൻഡ് സെർബിയ, USA. ഇത്രയും രാജ്യങ്ങൾ കോൺഗ്രസിൽ പങ്കെടുത്തു. ഓക്കെ, എന്നു മുതലായിരുന്നു? ഓഗസ്റ്റ് 19 മുതൽ 22 വരെ 1895. ഡൗട്ടില്ല. ദെൻ അടുത്ത നോക്കിക്കേ. ICA is one of the few international organizations to survive both World War First and Second. ഒന്നാമത്തെ വേൾഡ് വാറിനെയും രണ്ടാമത്തെ വേൾഡ് വാറിനെയും അതിജീവിച്ച കുറച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഒന്നാണ് ഏത്? ICA. എന്ന് വെച്ചാൽ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും വന്നിട്ടും ICA പോയില്ല. ICA ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം മാത്രമാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നതാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇത് വന്ന വർഷം, ഇത് കൺഫേം ചെയ്ത വർഷം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. 1896, പിറ്റേ വർഷം. അതായത് ICA വന്നതിന്റെ പിറ്റേ വർഷം 1896 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന പ്രിൻസിപ്പിൾ കൺഫേം ചെയ്തത്. ദെൻ ICAയുടെ പബ്ലിക്കേഷൻ ആണ്. ICA പബ്ലിഷേഴ്സ് ദ ICA ബുള്ളറ്റിൻ. അത് സാധാരണ രീതി ചോദിക്കത്തില്ല. കാര്യം എന്താ? അല്ലെങ്കിൽ ചോദിക്കും ICA ന്യൂസ്, ICA അങ്ങനെയൊക്കെ ഓപ്ഷൻ ഇട്ടിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ICAയുടെ പബ്ലിക്കേഷൻ ആണ് ഏത്? ICA ബുള്ളറ്റിൻ. ദെൻ അതുപോലെ തന്നെ ICA പബ്ലിഷ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡിക്ലറേഷൻ ഓൺ പീസ് ഇൻ 1902. Okay, ICA published its first declaration on peace in 1902. Then അതുപോലെ തന്നെ കറണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ICA വന്ന വർഷം എന്നാ വന്നേ? ഓഗസ്റ്റ് 19, 1895. പിറ്റേ വർഷം 1896 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി അവർ ആ പ്രിൻസിപ്പിൾ അവർ കൺഫേം ചെയ്തു. ദെൻ പീസിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ICAയുടെ പബ്ലിക്കേഷന്റെ പേരാണ് ICA ബുള്ളറ്റിൻ. ഓക്കെ, ICA പബ്ലിഷ് ഇറ്റ്സ് ഫസ്റ്റ് ഡിക്ലറേഷൻ ഓൺ പീസ് ഇൻ 1904. ഈ ഇയർ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ദെൻ അടുത്ത നോക്കിക്കേ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താണിത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹകരണ തത്വങ്ങളെ. ഇപ്പൊ എല്ലാ സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്ന അനുസരിച്ചാണ്? സഹകരണ തത്വങ്ങൾക്കനുസരിച്ചാണ് എല്ലാ സഹകരണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പം നോക്കിക്കേ. ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതായത് ഒരു സഹകരണ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൻ്റെ ഫണ്ടമെന്റൽ റൂൾസ് ആണ് ഏത്? പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദി ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് സൊസൈറ്റി പ്രവർത്തിക്കണം എന്ന് പറയുന്നതാണ് ഗൈഡ് ലൈൻസ് അഥവാ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ. ദെൻ അടുത്ത നോക്കിക്കേ. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഗൈഡ് ലൈൻസ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു പ്രാക്ടീസ് ദെയർ വാല്യൂ. അതായത് ഈ പ്രിൻസിപ്പിൾസിന്റെ വാല്യൂ മനസ്സിലാക്കി, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ആധാരമാക്കി
സഹകരണ തത്വങ്ങളെ അടിസ്ഥാനമാക്കി സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് ഇത് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇതിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ സഹകരണ തത്വങ്ങൾ എടുക്കുന്ന എവിടെ നിന്നാണ്? റോച്ച്ഡെയിൽ പൈനിയേഴ്സിൽ നിന്നാണ്. റോച്ച്ഡെയിൽ പൈനിയേഴ്സിൽ നിന്നാണ് ഈ സഹകരണ തത്വങ്ങൾ എടുത്തിരിക്കുന്നത്. ദെൻ നോക്കിക്കേ, അതായത് 1934 ICA appointed a subcommittee to review the cooperative principles. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പം അത്യാവശ്യമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? റിവ്യൂ ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തതാര്, റിവ്യൂ ചെയ്തിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം, ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പം നോക്കിക്കേ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ റോച്ച്ഡെയിൽ പൈനിയറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ അഡോപ്റ്റ് ചെയ്തു. എന്നതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഇത് അത്ര പോരാൻ തോന്നി. അങ്ങനെ എന്ത് ചെയ്തു? 1934 ICA ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു, ഈ പ്രിൻസിപ്പിൾസ് ഒന്ന് റിവ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ദെൻ ആ കമ്മിറ്റി 37 ആണോ, 1937 ഫസ്റ്റ് മോഡിഫിക്കേഷൻ റിവ്യൂ ചെയ്തിട്ട് ഫസ്റ്റ് മോഡിഫിക്കേഷൻ വന്നു. എവിടെ വെച്ചാ പറഞ്ഞത്? 15ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ, പാരീസിൽ വെച്ച് നടന്ന 15ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ അത് റിവ്യൂ ചെയ്തിട്ട് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എന്നാ അപ്പോയിന്റ് ചെയ്തത്? IC അപ്പോയിന്റ് ചെയ്ത് എന്നാ? 37 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. IC അപ്പോയിന്റഡ് എ സബ് കമ്മിറ്റി ടു റിവ്യൂ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എവിടെ വെച്ച്? പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ച്. എത്രാമത്തെ ആയിരുന്നു അത്? 15ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു. ദെൻ അടുത്തത് 1966 സെക്കൻഡ് മോഡിഫിക്കേഷൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ 1934 അപ്പോയിന്റ് ചെയ്തു, 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, പാരീസ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ശരി, അത് കഴിഞ്ഞിട്ട് കുറേ നാൾ അത് ആ പ്രിൻസിപ്പിൾസുമായിട്ട് പോയി. അങ്ങനെ ഇരുന്ന സമയത്ത് അവർക്ക് വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ICA 1964 DG കാർവേയെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എവിടെ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്? വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. നോക്കിക്കേ, ദ സെക്കൻഡ് മോഡിഫിക്കേഷൻ 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. DG കാർവേ കമ്മിറ്റി എന്നാണ് അപ്പോയിന്റ് ചെയ്ത്? 64 അപ്പോയിന്റ് ചെയ്തു, 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. കേട്ടല്ലോ, എവിടെ വെച്ചിട്ട്? വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഇങ്ങനെ ഓർത്തിരിക്കുക, 1966 അല്ലേ? 6 നമ്മൾ എങ്ങനെ എഴുതുന്നേ? 5 6 എവിടെ വെച്ചിട്ട്? അപ്പം വിയന്ന, കണ്ട, ഇത് ഓർത്ത് വെച്ചേക്ക കേട്ടോ, VI 6 കേട്ടോ, അതിങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അപ്പം 66ാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്. എവിടെ വെച്ചിട്ടാ? വിയന്നയിൽ വെച്ചിട്ട്. ഇതിന് അടുത്തത് ഈ DG കാർവേ അപ്പോയിന്റ് ചെയ്ത് തന്നെയാണ് 64ലാണ്. അപ്പോയിന്റഡ് ഡ്യൂറിങ് ഈ 22 ICA കോൺഗ്രസ് ബേൺമൗത്തിൽ വെച്ചിട്ടായിരുന്നു, UK-യിലെ, വിത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് USA, UK, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ. ദ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബിക്കം നോൺ ആസ് ദ കാർവേ പ്രിൻസിപ്പിൾ. 66 അദ്ദേഹം കൊണ്ടുവന്ന റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് കാർവേ പ്രിൻസിപ്പിൾ. എന്ത് പ്രിൻസിപ്പിൾ? കാർവേ പ്രിൻസിപ്പിൾ. ദെൻ 92 ICA കോൺഗ്രസ് ടോക്കിയോയിൽ വെച്ച് നടന്നു. 92 ടോക്കിയോ, 2 ടോക്കിയോ ഓർത്ത് വെച്ചേക്ക് കേട്ടോ, 2 ടോക്കിയോ. അപ്പൊ 92 ICA കോൺഗ്രസ് ടോക്കിയോയിൽ വെച്ച് നടന്നു. അപ്പോയിന്റഡ് എ കമ്മിറ്റി അണ്ടർ പ്രൊഫസർ ഇയാൻ മക്പേഴ്സൺ ടു റിവ്യൂ ദ പ്രിൻസിപ്പിൾസ്. അതായത് ഇയാൻ മക്പേഴ്സണെ ഒന്നും കൂടി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ച് അപ്പോയിന്റ് ചെയ്തു. 1992 ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ ഇയാൻ മക്പേഴ്സണെ 1992 അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം 1994 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നാണ് ഇയാൻ മക്പേഴ്സൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്? 94. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ICA വന്നതെന്നാണ്? 1895 ICAയുടെ ഫസ്റ്റ് കോൺഗ്രസ് നടന്നതെന്ന് മുതലാണ്? ഓഗസ്റ്റ് 19 മുതൽ 22 വരെയാണ് നടന്നത് അല്ലേ? ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് അല്ലേ? ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രിൻസിപ്പിൾസിന്റെ റീഫോർമുലേഷനെ കുറിച്ചാണ് പറഞ്ഞത്.
അത് അവർ വന്ന സമയത്ത് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിനെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. 1934 ICA ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് 1937 പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നതിന് ശേഷം ആ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ദെൻ വീണ്ടും 64 ആയപ്പോൾ അവർക്ക് വീണ്ടും തോന്നി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, വീണ്ടും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യണം. കാര്യം വർഷങ്ങൾ കഴിയും തോറും ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് ഉള്ള കുറ്റകൃത്യങ്ങളല്ല ഇപ്പോഴുള്ള കുറ്റകൃത്യങ്ങൾ. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ലെവലിൽ കുറ്റകൃത്യങ്ങളാണ്. പണ്ട് സൈബർ ടെററിസവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം അന്ന് വർഷങ്ങൾക്ക് മുൻപ്, വർഷം എന്ന് വെച്ചാൽ 10-30 വർഷങ്ങൾക്ക് മുൻപ്, 10-20 വർഷങ്ങൾക്ക് മുൻപ് പോലും മൊബൈലിൻ്റെ ഇത്രത്തോളം അതിപ്രസരണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ദെൻ ഓക്കെ, അപ്പോൾ ക്രൈം വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് ആവും. വർഷങ്ങൾ കഴിയുമ്പോൾ ടെക്നോളജി കൊണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. എനിവേ അങ്ങനെ 34, 37 ദെൻ അതിനുശേഷം പാരീസിൽ വെച്ച് എൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ദെൻ 64 വീണ്ടും DG കാർവേ അപ്പോയിന്റ് ചെയ്തു. ICA അപ്പോയിന്റ് ചെയ്തു DG കാർവേ. അദ്ദേഹം 66 വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിന് പറയുന്ന പേരാണ് കാർവേ പ്രിൻസിപ്പിൾസ്, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്, കാർവേ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നു. ദെൻ വീണ്ടും 1992 ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് ഇയാൻ മക്പേഴ്സണിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം 94 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ദെൻ അടുത്ത നോക്കിക്കേ, 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അപ്രൂവ്ഡ് ICA ജനറൽ അസംബ്ലി. അപ്രൂവ്ഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31st കോപ്പറേറ്റീവ് കോൺഗ്രസ് സെപ്റ്റംബർ 23, 1995 എത്ര കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അവരെ അക്സെപ്റ്റ് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. എന്ന് അഡോപ്റ്റ് ചെയ്തു? 95 സെപ്റ്റംബർ 23 അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സെപ്റ്റംബർ 23, 1995 അക്സെപ്റ്റ് ചെയ്തു. എവിടെ വെച്ചിട്ടാണ്? അറ്റ് ന്യൂ സെഞ്ച്വറി ഹാൾ, മാഞ്ചസ്റ്ററിലെ ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ച് അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് അറിഞ്ഞിരിക്കണം. ഇതിനേക്കാട്ടിലും കുറച്ചും കൂടി ചിലപ്പോൾ ഇറങ്ങി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞ് പ്രിൻസിപ്പിൾസ് വന്നത്, റീഫോർമുലേഷൻ്റെ വർഷങ്ങളും കാര്യങ്ങളും. ഓക്കെ ആണോ? നമുക്ക് നോക്കാം അടുത്തത്. ദി ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. അതായത് ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഫോറിൻ കോർപ്പറേഷൻ ചോദിക്കുന്നില്ല, പക്ഷേ എപ്പോഴും സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് നമ്മൾ ക്രെഡിറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന്, അതുപോലെ തന്നെ ഡെൻമാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇംഗ്ലണ്ടും ജർമ്മനിയും ഡെൻമാർക്കും ഏത് സഹകരണ പരീക്ഷയ്ക്ക് പോകുമ്പോഴും, പ്രത്യേകിച്ചും CSEBയുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു റൗണ്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, നോക്കി ഈ ചോദ്യം എന്താണ്? ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ജന്മദേശം എവിടെയാണ്? ഇംഗ്ലണ്ട് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് വന്നത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. നോക്കിക്കേ, എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ വന്നത്? ഒരു ചെറിയൊരു കാര്യം മാത്രം. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫോർ കൺസ്യൂമേഴ്സ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സും വന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ദെൻ ഇംഗ്ലണ്ട് ഈസ് കൺസിഡർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ജന്മദേശം എന്ന് ചോദിച്ചാലും ആരെ എഴുതണം? ഇംഗ്ലണ്ട് എഴുതണം. ദെൻ അതുപോലെ തന്നെ റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി 1844 ഏതാ വന്നത്? റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി. This was the first successful consumer cooperative society in the world. 1844 ഫോം ചെയ്ത റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റിയാണ് ലോകത്തിലെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഫോളോഡ് ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ബിക്കം ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നോൺ ആസ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസിനെ ആയിരുന്നു നമ്മുടെ 1934 വരെയും ICA ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അതാ നമുക്കൊരു ബേസ് കിട്ടിയത് റോച്ച്ഡെയിലിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ജന്മദേശം എവിടെയാണ്?
ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജന്മദേശം ഇംഗ്ലണ്ടാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത് എവിടെ നിന്ന്? റോച്ച്ഡെയിൽ പൈനിയേഴ്സിൽ നിന്ന്. അദ്ദേഹത്തിന്റെ റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഫോം ചെയ്തത് എന്നാണ്? 1744 ഓക്കെ. One of the major thrust areas financed by NCDC. NCDC ഇല്ലാത്ത ചോദ്യങ്ങളെ CSEB ചോദിക്കാറില്ല. എപ്പോഴും ചോദിക്കുന്ന NCDCയുടെ ഫോർമേഷൻ വർഷമായിരുന്നു. ഇപ്പൊ എന്താണ് ചോദിച്ചത്? ദ മേജർ ട്രസ്റ്റ് ഏരിയാസ് ഫിനാൻസ്ഡ് ബൈ NCDC. എന്താണ്? ഫണ്ടിങ് ക്രെഡിറ്റ്, സൊസൈറ്റീസിന് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണോ? ലോണാണോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്? ഒരു ഗവൺമെൻറ് വിതൗട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി ഇല്ലാതെ ലോൺ കൊടുക്കുവാണോ? ദെൻ വർക്കിംഗ് ക്യാപിറ്റലിന് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ടോ? ശരി, എന്താ ഇതിനകത്ത് ആൻസർ? രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ്. ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. എന്താണ്? ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇപ്പോൾ NCDC അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ്സ് ഓൾവേസ് ഈസ് ദ മോട്ടോ ഓഫ്. എന്താണ്? NCDCയുടെ മോട്ടോയാണ് അസിസ്റ്റഡ് കോപ്പറേറ്റീവ്സ് ഓൾവേസ്. ഓക്കെ. ദെൻ NCDC ആക്ട് എന്നാണ്? 62-ലാണ്. പക്ഷേ NCDC വന്ന 63-ലാണ്. നമുക്ക് നോക്കാം NCDCയുടെ ഡീറ്റെയിൽ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് NCDCയിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ. സോ NCDCയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് റെഗുലർ ചോദിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. ഫോർമേഷൻ വർഷം, അതല്ല എന്നുണ്ടെങ്കിൽ ആക്ട് എന്താണ്, അതൊക്കെയാണ് സ്ഥിരമായി ചോദിക്കുന്നത്. എപ്പോഴും CSEBയുടെ ഇഷ്ട ചോദ്യമാണ് NCDCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് നോക്കാം. NCDC വന്നത് പാർലമെന്റിൽ ഒരു ആക്ട് പാസ്സാക്കിയിട്ടാണ്. ആക്ടിന്റെ പേരാണ് NCDC ആക്ട്. 62-ലാണ് 1962-ലാണ് ആക്ട് പാസ്സാക്കിയത്. NCDC ആക്ട് പാസ് ചെയ്തു പാർലമെന്റിൽ 62-ല്. 1963 മാർച്ച് 13 NCDC നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിലവിൽ വരുന്നത്. ഓക്കെ ആണേ. അപ്പോൾ NCDCക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന സ്ഥാപനം ഏതായിരുന്നു? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് ആയിരുന്നു. അതെന്നാണ് ഫോം ചെയ്തത്? 1956-ല്. 1956-ല് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം വന്ന സ്ഥാപനമാണ് എന്ത്? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. ഓക്കെ. ദെൻ എന്താണ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് എന്നാ? 51-ൽ അപ്പോയിന്റ് ചെയ്യുകയും 54-ൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ. ഈ റിപ്പോർട്ട് പ്രകാരം 56-ൽ നിലവിൽ വന്ന സ്ഥാപനമാണ് ഏത്? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. ഓക്കെ ആണേ, സംശയമൊന്നുമില്ലേ? ദെൻ അതുപോലെ എന്ന് വന്നു? 1956-ൽ വന്നു. ഈ സ്ഥാപനത്തിന് ശേഷം വന്ന, അല്ലെങ്കിൽ ഈ സ്ഥാപനം ഇല്ലായ്മ ചെയ്ത് ഇതിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഈ വന്ന സ്ഥാപനമാണ് ഏത്? ഇതിനെ റിമൂവ് ചെയ്തുകൊണ്ട് 1962-ൽ ആക്ട് പാസ്സാക്കുന്നു. 63-ൽ നമ്മുടെ NCDC നിലവിൽ വരുന്നു. ഈ NCDC എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഇത് NCDC. NCDC വന്നത് 62-ലെ ആക്ട് പ്രകാരം. NCDC എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫോർ ദി പ്രൊമോഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സെക്ടർ. എന്തിന്റെ പ്രൊമോഷനാ? നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സെക്ടറിന്റെ പ്രൊമോഷന് വേണ്ടി വന്ന സ്ഥാപനമാണ് ഇത്? NCDC. ഇത്രയുമാണ് ബേസിക് കാര്യങ്ങൾ. ഓക്കെ. ദെൻ ഇത് വന്നത് 3rd 5-year പ്ലാനിലാണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. NCDC വന്നത് 3rd 5-year പ്ലാനിലാണ്. ദെൻ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. NCDCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള വേറൊരു സ്ഥാപനമാണ് ഏത്? നാഫെഡ്. എന്നാ നാഫെഡ് വന്നേ? 1958-ലാണ് നാഫെഡ് വന്നേ. ഇതും CSEBയുടെ സ്ഥിരം ചോദ്യമാണ്, നാഫെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? NCDC നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വന്ന വർഷം മാർച്ച് 13, 1963. NCDCയുടെ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയത് 62, 1962. ഓക്കെ ആണേ. ദെൻ അതുപോലെ ദ സക്സസർ ഓഫ്
നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. എന്തായിരുന്നു ഇതിന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ? അതായത് NCDCയുടെ മുൻപുണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. ഓക്കെ ആണേ. അത് വന്നത് 1956 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം വന്ന സ്ഥാപനമായിരുന്നു അത്. ഓക്കെ. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? NCDC എന്ന് പറഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അതെവിടെയാണ് വരുന്നത്? ഇറ്റ് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫോർ ദി പ്രൊമോഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടർ. ദെൻ NCDC വന്നത് 3rd 5-year പ്ലാനിലാണ് NCDC വന്നത്. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ അതുപോലെ NCDC അമെൻഡ് ചെയ്തു. 1975 NCDC അമെൻഡ് ചെയ്തു. അപ്പോൾ 1975 വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ്. RRBയുടെ വർഷം എന്ന RRB വന്നത് റീജിയണൽ റൂറൽ ബാങ്കുകൾ വന്നതെന്ന 1975. ദെൻ അപ്പം 1975 ഒരു അമെൻമെന്റ് നടന്നു. അതുപോലെ 2002 അമെൻമെന്റ് നടന്നു NCDC കേട്ടോ. അപ്പം നോക്കിക്കേ, NCDC ആക്ട് അമെൻമെന്റ് ചെയ്തു 75 ആൻഡ് കംപ്ലീറ്റ്ലി അമെൻഡഡ് ബൈ പാസിംഗ് NCDC അമെൻമെന്റ് ആക്ട് 25 May 2002. അപ്പോൾ ഓക്കെ, 75-ലും 2002-ലും 2002 May 25. ഇതിനടുത്തത് 18 റീജിയണൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരെണ്ണം നമ്മുടെ തിരുവനന്തപുരത്തുമുണ്ട്. ദെൻ നോക്കിക്കേ, ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് NCDC ആണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ആരാണ്? NCDC. എന്നാണ് ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത്? 85-86 കാലഘട്ടത്തിലാണ് ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. ദെൻ നോക്കിക്കേ, NCDC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടറിന് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, കൺസ്യൂമർ, പ്രോസസ്സിംഗ് എന്നീ വിഭാഗത്തിനാണ് ഇവർ ആര് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് NCDC കൊടുക്കുന്നത്. മേജർ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഗിവ് അസിസ്റ്റൻസ് ടു കോഓപ്പറേറ്റീവ്സ് ഇൻ ദ ഫോം ഓഫ് ലോൺ ആൻഡ് സബ്സിഡി. അതായത് മേജർ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നു. എന്നതിന് ശേഷം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കോഓപ്പറേറ്റീവ്സിന് ലോണോ സബ്സിഡി ആയിട്ടോ കൊടുക്കാനായിട്ട് പറയുന്നു. ഓക്കെ ആണേ. അപ്പോൾ അമെൻമെന്റ് വന്നത് 75 2002. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഒരു റീജിയണൽ ഡയറക്ടറേറ്റ് എവിടെയുണ്ട്? തിരുവനന്തപുരത്തുണ്ട്. ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ആരാണ്? NCDC ആണ്. 85-86 കാലഘട്ടത്തിലാണ് ICDP പ്രോജക്റ്റ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ. ഇനി അടുത്തത് ടോപ്പിക് ട്രെയിനിങ് സെന്റേഴ്സ് ഹരിയാന ആർ റൺ ബൈ NCDC റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ടോപ്പിക് ട്രെയിനിങ് സെന്റർ. എവിടെയാണുള്ളത്? ഹരിയാനയിലാണുള്ളത്. ദെൻ ലിനിയാക് ഈസ് ദ ട്രെയിനിങ് സെന്റർ റൺ ബൈ NCDC റൺ ചെയ്യുന്ന വേറൊരു ട്രെയിനിങ് സെന്റർ ആണ്. ഏത്? ലിനിയാക്ക്. ദെൻ ലക്ഷ്മൺ റാവു ഇനംദാർ നാഷണൽ അക്കാഡമി ഫോർ കോഓപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് എന്തിന്റെ ഫുൾ ഫോം? ലിനിയാക്കിന്റെ ഫുൾ ഫോം എങ്ങാനും ചോദിച്ചാലോ? ഓക്കെ, ലിനിയാക്ക് റൺ ചെയ്യുന്ന ആരാണ്? NCDC ആണ്. ദെൻ ഇതെവിടെയാണ്? ആൻഡ് ഡെവലപ്മെന്റ് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുർഗോൺ, ഹരിയാനയിലെ ഗുർഗണിലാണ്. അപ്പം നോക്കിക്കേ, ടോപ്പിക് ട്രെയിനിങ് സെന്റർ ഹരിയാനയിലെ ടോപ്പിക് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. അത് റൺ ചെയ്യുന്നത് NCDC ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലക്ഷ്മൺ റാവു ഇനംദാർ നാഷണൽ അക്കാഡമി ഫോർ കോഓപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും എവിടെയാണ്? ഗുർഗോൺ, ഹരിയാന. ഓക്കെ. ദെൻ അതുപോലെ ഇതിന്റെ മാനേജ്മെന്റിൽ ആരെല്ലാം ഉണ്ട്? 51 മെമ്പേഴ്സാണ് ജനറൽ കൗൺസിലുള്ളത്. 12 മെമ്പേഴ്സ് ഉണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. 51 മെമ്പേഴ്സ് ജനറൽ കൗൺസിലും 12 മെമ്പേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുമുണ്ട്. RBIയും SBIയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എല്ലാവരും NCDCയിൽ മെമ്പേഴ്സ് ആണ്. ദെൻ അതുപോലെ അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഇവിടെ മെമ്പറാണ്, NCDCയിൽ മെമ്പറാണ്. എന്തായാലും സെൻട്രൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആണ് എപ്പോഴും ഇതിന്റെ ചെയർമാൻ. അപ്പൊ NCDCയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ എക്സ് ഒഫിഷ്യോ ആണ്. എക്സ് ഒഫിഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ NCDCക്കായിട്ടൊരു ചെയർമാൻ ഇല്ല. അപ്പോൾ നമ്മുടെ എപ്പോഴും NCDCയുടെ ചെയർമാനായി വരുന്നത്
സെൻട്രൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആയിരിക്കും. സെൻട്രൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആണ് NCDCയുടെ എപ്പോഴത്തെയും ചെയർമാൻ. ഇപ്പോഴത്തെ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. 2023 ഡിസംബറിന് ശേഷമാണ് ശിവരാജ് സിംഗ് ചൗഹാൻ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആയത്. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് നരേന്ദ്ര സിംഗ് തോമർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കറണ്ട് ചെയർമാൻ ആരാണ്? NCDCയുടെ കറണ്ട് ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? NCDC ആക്ട് 62 വന്നു. 1963 മാർച്ച് 13 NCDC നിലവിൽ വരുന്നു. ദെൻ അതിന് തൊട്ട് മുമ്പ് NCDCക്ക് തൊട്ട് മുമ്പുള്ള സ്ഥാപനം ഏതായിരുന്നു? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. 1956 അത് നിലവിൽ വന്നത്. ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആ സ്ഥാപനം, അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് നിലവിൽ വന്നത്. ഓക്കെ, ദെൻ 62 വരെ അത് പ്രവർത്തിച്ചു. 62 NCDC ആക്ട് വന്നിട്ട് നമ്മുടെ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് നിലവിൽ വന്നു. ഇതൊരിക്കലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ്? അവർ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്? നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടറിനാണ് ഫണ്ടുകൾ കൊടുക്കുന്നത്. ഇവർ ഫണ്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നേരിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറയും ഗ്രാൻഡോ സബ്സിഡി ആയിട്ടോ നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടറിന് ഫണ്ട് കൊടുക്കാൻ പറയും. ഓക്കെ ആണ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത് നോക്കിക്കേ, NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDC എന്ന് പറഞ്ഞാൽ ആരാണ്? IAS ഓഫീസറാണ്. നോക്കിക്കേ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDC ഷാൾ ബി ആൻ IAS ഓഫീസർ. ഹി ഈസ് ദ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ജനറൽ കൗൺസിലിൻ്റെയും ബോർഡിൻ്റെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. നോക്കിക്കേ, ദ ടേം ഓഫ് ജനറൽ കൗൺസിൽ ആൻഡ് ബോർഡ് ഓഫ് NCDC for 3 years and the same is reconstituted in central government for every 3 years. ഓരോ 3 വർഷം കഴിയുമ്പോഴും അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നോർമലി ജനറൽ കൗൺസിലിൻ്റെയും ബോർഡിൻ്റെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. ഓക്കെ ആണോ? ദെൻ അടുത്തത്, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമോ? NCDC വന്ന കാര്യം പറഞ്ഞു, ഇവരെന്തെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവർ വന്നതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. ഈ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. To provide assistance to society's production, marketing, processing and storage of agricultural produce. ഓക്കെ, നോക്കിക്കേ, അസിസ്റ്റൻസ് കൊടുക്കുകയാണ്, സഹായം കൊടുക്കുന്നു സൊസൈറ്റിയുടെ പ്രൊഡക്ഷനും. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ക്രെഡിറ്റ് വായ്പാ സംഘങ്ങളെ അല്ല അവർ സഹായിക്കുന്നത്, വായ്പേതര സംഘങ്ങളെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വായ്പേതരം എന്ന് പറയുന്നത്? സൊസൈറ്റിയുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഹെൽപ്പ് ചെയ്യുന്നു ഫോർ ദ പ്രൊഡക്ഷന്, മാർക്കറ്റിംഗ്, പ്രോസസ്സിങ്, സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഇവർ ഈ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളിലെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആര് സഹായിക്കും? NCDC സഹായിക്കുന്നു. സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുക്കുന്നു. ടു പ്രൊവൈഡ് ഡയറി, പൗൾട്രി ആൻഡ് ഫിഷറി സ്കീം. എന്ത് ചെയ്യുന്നു? ഡയറി, പൗൾട്രി, ഫിഷറി സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു കളക്ട്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. പ്രോസസ്സ് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ NCDC എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ലോൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഗോഡൗണുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടേ അവർ ലോണ് കൊടുക്കുന്നുണ്ട്. ആര് കൊടുക്കുന്നുണ്ട്? NCDC ഗോഡൗണുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ലോണുകൾ കൊടുക്കുന്നു. ദെൻ റൂറൽ കൺസ്യൂമർ സ്കീം, ഓക്കെ, അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ കൺസ്യൂമർ സ്കീം അതല്ല എങ്കിൽ ലീഡ് ലിങ്ക് സ്കീം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? NCDC ആണ് റൂറൽ കൺസ്യൂമർ സ്കീം അഥവാ ലീഡ് ലിങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്രൊമോട്ട് അസിസ്റ്റൻസ് സൊസൈറ്റീസ് പ്രൊഡക്ഷന്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിങ്ങിന്, എന്തിനാണ്? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് സ്റ്റോർ ചെയ്യാനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു. ദെൻ പ്രൊവൈഡ് ഡയറി, പൗൾട്രി, ഫിഷറി സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ടു കളക്ട്, പ്രോസസ്സിങ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് എക്സ്പോർട്ട് ഓഫ്
മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ദെൻ അതുപോലെ തന്നെ NCDC ഗോഡൗൺ പണിയാൻ വേണ്ടിയിട്ട് ലോൺ അനുവദിക്കുന്നു. ദെൻ അതുപോലെ തന്നെ റൂറൽ കൺസ്യൂമർ സ്കീം അഥവാ ലീഡ് ലിങ്ക് സ്കീം എന്തും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? NCDC ആണ്. 1976 ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് റൂറൽ കൺസ്യൂമർ സെക്ടർ മിനിമം സപ്പോർട്ട് സ്കീം ആൻഡ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഇംപ്ലിമെന്റഡ് ബൈ NCDC. കേട്ടല്ലോ, അതായത് മിനിമം സപ്പോർട്ട് സ്കീമും മിനിമം സപ്പോർട്ട് പ്രൈസും ഇംപ്ലിമെന്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? NCDC ആണ്. ദെൻ അതുപോലെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആസ്തിക്കും ആവശ്യമായ ഫണ്ടും കൊടുക്കുന്നുണ്ട് NCDC. മനസ്സിലായോ? ദെൻ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? NCDC ആണ്. NCDC മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടിന്റെ പേരെന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്. ആസ്തിക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ 76 ദ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ കൺസ്യൂമർ സെക്ടറിന് വേണ്ടിയിട്ട് മിനിമം സപ്പോർട്ട് സ്കീമും മിനിമം സപ്പോർട്ട് പ്രൈസും ഇംപ്ലിമെന്റ് ചെയ്ത ആരാണ്? NCDC ആണ്. ഓക്കെ, അപ്പോൾ NCDCയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ അടുത്തത് ദ ഗ്രാൻഡ് ഗിവൺ ടു കേരാഫെഡ് ഫോർ കോക്കനട്ട് ഡെവലപ്മെന്റ്. കോക്കനട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. ദെൻ NCDCയുടെ കമ്മോഡിറ്റി ഗ്രാൻഡ്. NCDC പ്രൊവൈഡ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. താഴെ പറയുന്ന ഗ്രാൻഡുകൾ ആര് കൊടുക്കുന്നതാണ്? ഫിനാൻഷ്യൽ സഹായങ്ങൾ NCDC കൊടുക്കുന്നു. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഷെയർ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്, മാനേജറിയൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ലോൺ ഗ്രാൻസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഗോഡൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗോഡൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ ലോൺ കൊടുക്കുന്നു. ദെൻ കോൺട്രിബ്യൂഷൻ ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നതെന്ന് നോക്കിക്കേ. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, മാനേജറിയൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ലോൺ നമ്മുടെ ലോണിന് ഗോഡൗൺ വെക്കാൻ ആവശ്യമായ ലോണ് കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നു. ഓക്കെയാണേ. ദെൻ അടുത്തത് NCDC ഗെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം വേൾഡ് ബാങ്ക് ആൻഡ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഈ NCDCക്ക് എവിടെ നിന്നൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയിൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും ധനസഹായം ലഭിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ NCDC ആണെന്നുണ്ടെങ്കിൽ NCDC ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് NCDC ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ NCDC കണ്ടക്ട് ചെയ്ത് ന്യൂഡൽഹിയിൽ 2019 ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ NCDC കണ്ടക്ട് ചെയ്തു. ഏത് വർഷം? 2019. ഓക്കെ ആണേ. NCDCയെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ICDP പ്രോജക്റ്റ്. 85-86 കാലഘട്ടത്തിൽ വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിൽ ആദ്യമായി ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് NCDC ആണ്. ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ICDP വന്നത് 85-86 കാലഘട്ടത്തിലാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷം? 7th 5-year പ്ലാനിൽ. എന്നാൽ നമ്മുടെ NCDC വന്നത് ചോദിച്ചാലോ? 3rd 5-year പ്ലാനിൽ. ഓക്കെ, NCDCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇതുപോലെ ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്ന വേറൊരു സ്ഥാപനമാണ് 1958 വന്ന നാഫെഡ്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ന്യൂഡൽഹിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ICDP പ്രോജക്റ്റ് 85-86 കാലഘട്ടത്തിൽ നമ്മുടെ NCDC ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, NCDC ഇംപ്ലിമെൻറ്റ് ചെയ്ത പദ്ധതിയാണ്. ആദ്യമായിട്ട് എവിടെയാണ് വന്നതെന്ന് അറിയാമോ? വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലാണ് വന്നത്. ഓക്കെ, ഇതാണ്ട് 85 വന്നു. ഇത് വന്നത് 7th 5-year പ്ലാനിലാണ്. NCDC വന്നത് 3rd 5-year പ്ലാനിലാണ്. ദെൻ നോക്കിക്കേ, ICDP ഇംപ്ലിമെൻറ്റഡ് കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് വയനാട് ജില്ലയിലാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ICDP പിന്നീട് 5 ജില്ലകൾ കവർ ചെയ്തു. എവിടേക്കാ? വയനാട്, തൃശ്ശൂർ, കോട്ടയം, പാലക്കാട്. കേട്ടല്ലോ, വേറെ 5 ജില്ലകളിലും കൂടി എന്ത് ചെയ്തു? നമ്മുടെ ICDP പ്രോജക്റ്റ് വന്നു. ഓക്കെയാണ്. ആദ്യം വന്നത് എവിടെയാ? വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ ആദ്യം വന്നത് എവിടെയാ?
വയനാടാണ്. ഓക്കെ, 7th 5-year പ്ലാനിലാണ് ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. നോക്കാം. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ NCDCയെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഇതിലും കൂടുതൽ പറയാനുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ദെൻ നോക്കിക്കേ, ദ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് എവരി ഇയർ. എവിടെയാ? എല്ലാ വർഷവും എവിടെയാ? ജൂലൈയിലാണ്. എല്ലാ വർഷവും ജൂലൈയിലാണ് എന്ത് ആഘോഷിക്കുന്നത്? ദ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാ? ജൂലൈയിലാണ്. അടുത്തത്, ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഈസ് ഡിസൈൻഡ് ഇൻ അസോസിയേഷൻ വിത്ത് ദ ഡാഷ്. ആരാണ് കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടത്? RBI ആണോ? NCDC ആണോ? ഇപ്പൊ പറഞ്ഞ NCDCക്കകത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല. നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോഴേ അറിയാം നബാർഡാണ്. നബാർഡാണ് എന്തുകൊണ്ടുവന്നത്? കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, നമുക്ക് നോക്കാം നബാർഡ് എന്നാ വന്നേ. നബാർഡുമായി ബന്ധപ്പെട്ട കുറച്ച്. നബാർഡ് വന്നത് ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫിക്കാർഡ് കമ്മിറ്റി. ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വന്നതാണ് ആര്? നബാർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ പ്രാവശ്യവും നബാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. ഏത് CSEB ക്വസ്റ്റ്യനകത്തും കാണും. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് കടലോളം ചവറ് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാതെ പഠിക്കേണ്ടതും കാര്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ആധാരമാക്കി ബേസ് ലെവലിലുള്ള എല്ലാ ചോദ്യങ്ങളും പഠിക്കണം. പിന്നെ ഒരുപാട് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ആ ഒരു ബോർഡർ ലെവലിൽ വന്ന് നിൽക്കും ഏതൊരു എക്സാമിൻ്റെയും. ഓക്കെ, അങ്ങോട്ടും പോകത്തില്ല, ഇങ്ങോട്ടും പോകത്തില്ല. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ജോലി കിട്ടാത്തതിൻ്റെ വലിയൊരു കാരണം അതാ, കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എക്സാമിന് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ കൊണ്ട് മാറി കറുപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് പറയാം നമുക്കല്ലേ. നോക്കിക്കേ, നബാർഡ് വന്നത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം? ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് വന്നത്. ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ഫുൾ ഫോം എന്താണ്? കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നോക്കിക്കേ, ക്രാഫിക്കാർഡ്. ദെൻ നോക്കിക്കേ, ചെയർമാൻ എന്ന് പറഞ്ഞാൽ B. ശിവരാമനാണ്. ഈ ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? B. ശിവരാമൻ. ക്രാഫിക്കാർഡ് കമ്മിറ്റി അല്ല, അല്ലെങ്കിൽ ശിവരാമൻ കമ്മിറ്റി, B. ശിവരാമൻ കമ്മിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നബാർഡിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ക്രാഫിക്കാർഡ് കമ്മിറ്റി. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. പണ്ട് ഈ ക്രാഫിക്കാർഡിന്റെ എന്തുവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണേ. ഇതിനടുത്തത് അപ്പോയിന്റ് ചെയ്ത് ശിവരാമനെ അപ്പോയിന്റ് ചെയ്ത് RBI അപ്പോയിന്റ് ചെയ്ത് 79-ലായിരുന്നു. 79 മാർച്ച് 30 ആയിരുന്നു. ദെൻ രാമകൃഷ്ണ അയ്യർ, MR ഷറഫ്, HS ശിവഗാമി, ഇവരെല്ലാം തന്നെ ഈ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. B. ശിവരാമൻ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. നബാർഡ് ഫോംഡ് ബൈ മെർജിങ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. 1935 വന്ന അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, 72 വന്ന അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷനും കൂടി ഒരുമിച്ച് ചേർന്നാണ് എന്ത് വന്നത്? നബാർഡ് വന്നത്. ഓക്കെ, റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇതെന്നാണ് വന്നത്? പലപ്പോഴും നബാർഡിന്റെ ഫോർമേഷൻ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ്. 12 ജൂലൈ 1982 ആര് വന്നത്? നബാർഡ് വന്നത്. ഓക്കെ, നബാർഡിന്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. ദെൻ അണ്ടർ ദ ആക്ട് ഓഫ് പാർലമെന്റ് 1981 ആക്ട് പാസ്സാക്കിയാണ് വന്നത്. ആക്ട് 61 ഓഫ് 1985. ദെൻ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. 31 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ദെൻ ചെയർമാൻ എന്ന് പറഞ്ഞാൽ 7 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. GR ജിഞ്ചാലയാണ്. ഫസ്റ്റ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ അയ്യരാണ്. ഓക്കെ, രാമകൃഷ്ണ അയ്യര്. അപ്പോൾ ക്രാഫിക്കാർഡ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. 1935 നിലവിൽ വന്ന എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ 72 അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൂടി ചേർന്നിട്ടാണ് 82 ജൂലൈ 12 നബാർഡ് നിലവിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഇതും ചോദിച്ചിട്ടുണ്ട്. ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് നബാർഡ് എത്രയായിരുന്നു? 100 കോടി രൂപയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ RBIയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഫണ്ട് കണ്ടെത്തിയത്. 50
50 കോടി 50 കോടി ടോട്ടൽ 100 കോടിയായിരുന്നു ഇതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. 50 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, 50 RBI ആയിരുന്നു കൊടുത്തത്, 50 കോടി. ദെൻ നൗ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹോൾഡ് 99% ഓഫ് ഷെയർ. ഇപ്പോൾ ഷെയറിൻ്റെ 99% ആരുടെ കയ്യിലാണ്? നേരത്തെ RBIയുടെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും കയ്യിലായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് 99% ഷെയറും. ദെൻ അതുപോലെ അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ സെറ്റപ്പ് ചെയ്തത് 63-ല്. അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് 72-ല്. അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ ARC എന്ന് പറയുമ്പോൾ 63-ലും അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ് 72-ലുമാണ്. ദെൻ അതുപോലെ തന്നെ ഈ നബാർഡിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ഇന്ത്യ. നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ അതുപോലെ ദ മെയിൻ റീഫിനാൻസിങ് ഏജൻസി ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആവശ്യമായ ഫണ്ടുകൾ റീഫിനാൻസ് ചെയ്യുന്നു. റീഫിനാൻസിങ് ഏജൻസി ഏതാണ്? നബാർഡാണ്. ഓക്കെ, മെയിൻ റീഫിനാൻസിങ് ഏജൻസി ഏതാണ്? നബാർഡാണ്. ഓക്കെ, വന്നതെന്നാ? ജൂലൈ 12, 1982-ലാണ് നബാർഡ് വന്നത്. ഓക്കെ ആണേ. ദെൻ അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്കാണ്. റൂറൽ ക്രെഡിറ്റിനെ, ഇന്ത്യയിലെ റൂറൽ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. ഇന്ത്യയുടെ റൂറൽ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? നബാർഡ്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ നബാർഡ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് നബാർഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫണ്ടാണ്. ദെൻ നോൺ ഓവർ ഡ്യൂ കവർ ഈസ് ദ കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ നബാർഡ് ടു DCB. DCBക്ക് വേണ്ടി, DCBക്ക് മേളിൽ, നേരത്തെ DCB ആയിരുന്നു, ഇപ്പം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് മാറിയല്ലോ. DCBക്ക് മേളിൽ നബാർഡ് ചുമത്തുന്ന ഫണ്ടാണ് എന്താണ്? നോൺ ഓവർ ഡ്യൂ കവർ. നോൺ ഓവർ ഡ്യൂ കവർ റിലേറ്റഡ് ടു നബാർഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ നബാർഡ് ടു DCB. ദെൻ അതുപോലെ ICDP ഇംപ്ലിമെൻറ്റഡ് ബൈ NCDC വിത്ത് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് നബാർഡ്. ICDP പ്രോജക്റ്റ് NCDC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫണ്ട് ആരാ കൊടുക്കുന്നത്? നബാർഡാണ് കൊടുക്കുന്നത്. ദെൻ അടുത്തത് ദ ടേം ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ സ്റ്റാർട്ടഡ് ബൈ നബാർഡ്. ദ ടേം ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് കേൾക്കുമ്പോഴേ ഓർത്ത് വെച്ചേക്കും, അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? നബാർഡാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നബാർഡുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ദെൻ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഫിക്കാട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നോക്കിക്കേ, നബാർഡിൻ്റെ പ്രൊമോഷൻ, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഷുഡ് പ്രൊവൈഡ് ഗ്യാരണ്ടി ഫോർ കോപ്പറേറ്റീവ്സ്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, ഡെപ്പോസിറ്റ് കൊടുത്തവർക്ക് ഗ്യാരണ്ടി കൊടുക്കണം. അതിനായിട്ടാണ് എന്ത്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അത് വന്നു. എന്താണ്? അതാണെങ്കിൽ ഗ്യാരണ്ടി, കോപ്പറേറ്റീവ്സിന് ഗ്യാരണ്ടി കൊടുക്കണം. ദെൻ റീഓർഗനൈസ്ഡ് ഫോർ RBs ഇൻ ഇന്ത്യ ആൻഡ് റീഓർഗനൈസേഷൻ, റീജിയണൽ റൂറൽ ബാങ്കുകളുടെ റീഓർഗനൈസേഷൻ വേണമെന്ന് പറഞ്ഞു. ആര്? കാഫിക്കാട് കമ്മിറ്റി പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ എൻകറേജ് ദ ഫങ്ഷൻ ഓഫ് അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ. അഗ്രികൾച്ചർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഫങ്ഷൻസിനെ എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. ദെൻ നൗ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. നബാർഡ് ഇപ്പോഴും ഇത് പറയേണ്ട കാര്യമില്ല, അതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നബാർഡിനെ കുറിച്ച് മനസ്സിലായല്ലോ. നമുക്ക് അടുത്തത് നോക്കാം. ഈ ശക്തി എന്ന് പറഞ്ഞാൽ പൈലറ്റ് പ്രോജക്റ്റ് ആണ്. ഈ ശക്തി ഈസ് എ പൈലറ്റ് പ്രോജക്റ്റ് ഓഫ് നബാർഡ് ഫോർ ഡിജിറ്റലൈസേഷൻ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഈ ശക്തി പ്രോജക്റ്റ്. ഈ ശക്തി പ്രോജക്റ്റ്. ദെൻ ദിസ് പ്രോജക്റ്റ് ഈസ് ലോഞ്ച്ഡ് ഓൺ മാർച്ച് 2015. മാർച്ച് 15, 2015 ഈ ശക്തി പ്രോജക്റ്റ് വന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് ഈ ശക്തി പ്രോജക്റ്റ്. മാർച്ച് 2015 വന്നു. അപ്പോൾ എന്താണ്? 15/3/15 ഇനി ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, നബാർഡ് ഹാസ് കൊളാബറേറ്റഡ് വിത്ത് ദ ജർമ്മൻ ഗവൺമെൻറ് ഫോർ എ സ്പെഷ്യൽ പ്രോഗ്രാം ഓൺ സോയിൽ പ്രൊട്ടക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫോർ ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആരുമായിട്ടൊരു കൊളാബറേഷനിൽ ഏർപ്പെട്ടു നബാർഡ്? ആരുമായിട്ടാണ്? ജർമ്മൻ ഗവൺമെൻറ്റുമായിട്ട് കൊളാബറേഷനിൽ ഏർപ്പെട്ടു. ദെൻ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്?
റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നബാർഡാണ്. ദെൻ നബാർഡ് ഹാസ് മൈക്രോ ഫിനാൻസ് റെഗുലേറ്ററി ഏജൻസി. നബാർഡിന് എന്തുണ്ട്? മൈക്രോ ഫിനാൻസ് റെഗുലേറ്ററി ഏജൻസി ഉണ്ട്. ദെൻ അതുപോലെ നബാർഡ് പ്രൊമോട്ടഡ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, അതായത് ഓൾറെഡി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പും ഉണ്ട്, സ്വയം സഹായ സംഘങ്ങളും ഉണ്ട്. ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? 5 പേര് ചേർന്നിട്ട് പരസ്പര ജാമ്യത്തിൽ ലോൺ എടുക്കും. മനസ്സിലായോ? അതാണ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ അപ്പം നബാർഡ് എന്തിനേയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നബാർഡിന് മൈക്രോ ഫിനാൻസ് റെഗുലേറ്ററി ഏജൻസി ഉണ്ട്. ഓക്കെ ആണേ. ദെൻ അടുത്തത് നബാർഡ് 3 തരത്തിലുള്ള, നമ്മളോട് ചോദിച്ച എന്തുവാ? കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യമില്ലേ ചോദിച്ചത്? നോക്കിക്കേ, നബാർഡ് 3 തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC. കിസാൻ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്, 98-ലാണ്. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് RV ഗുപ്ത കമ്മിറ്റി. ഇതും ചോദിച്ചിട്ടുണ്ട്, RV ഗുപ്ത കമ്മിറ്റിയും ചോദിച്ചിട്ടുണ്ട്. RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് നബാർഡ് ഏത് ഇഷ്യൂ ചെയ്യുന്നത്? കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തത്. ദെൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഈസ് ടു meet the credit needs of farmers implemented through commercial bank, regional rural bank, state cooperative bank. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വാലിഡിറ്റി എത്ര വർഷം? 3 വർഷമാണ്. ഓക്കെ, ഇതെന്താണ് പറഞ്ഞത്? ദ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ഈസ് ടു മീറ്റ് ക്രെഡിറ്റ് നീഡ്സ് ഓഫ് ഫാർമേഴ്സ്. ഫാർമേഴ്സിൻ്റെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കാലാവധി എത്ര വർഷം? 3 വർഷം. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം. 2003-ലാണ് എന്ത്? പ്രൈം മിനിസ്റ്റർ 2003 പ്രൈം മിനിസ്റ്റർ ആണ് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത്. പി കാർഡ് ബാങ്കിൽ 2004 കൊണ്ടുവന്നു. ദെൻ ദിസ് കാർഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ സ്മോൾ ആർട്ടിസാൻസ്, ഹാൻഡ്ലൂം, വീവേഴ്സ് ആൻഡ് അതർ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ലൈക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കെല്ലാം വേണ്ടിയിട്ട് വന്നതാണ് ഇത് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം. 2003 ഇംപ്ലിമെൻറ്റ് ചെയ്തു, 2004 നിലവിൽ വന്നു. 2003 ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഡിക്ലറേഷൻ നടത്തിയത് എന്നാ? 2003-ലാണ്. 2004 ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതെന്താണ്? ഇത് എന്തിന്? ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്മാൾ ഫാർമേഴ്സിന്, ആർട്ടിസാൻസിന്, ഹാൻഡ്ലൂം വീവേഴ്സിനും ഒക്കെ ആവശ്യമായ ചെറിയ ചെറിയ ഫണ്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, ലോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നബാർഡ് കൊണ്ടുവന്ന സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം. 2004 അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, രാഷ്ട്രീയ കൃഷി ബീമാ യോജന. രാഷ്ട്രീയ കൃഷി ബീമാ യോജന ടു പ്രൊവൈഡ് ഇൻഷുറൻസ് കവറേജ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു farmers in the event of failure of crops due to natural calamities, flood. സാഹചര്യം ഇപ്പോൾ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത്, നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന സമയത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസ് സ്കീമാണ് ഏത്? രാഷ്ട്രീയ കൃഷി ബീമാ യോജന. രാഷ്ട്രീയ കൃഷി ബീമാ യോജന എന്താണ്? ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫാർമേഴ്സിന് കിട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ദ ഇവന്റ് ഓഫ് ഫെയിലർ ഓഫ് ക്രോപ്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസും ഫ്ലഡും ഒക്കെ വരുന്ന സമയത്ത്. ദെൻ ഫങ്ഷൻസ് ഓഫ് നബാർഡ്. ഫിനാൻഷ്യൽ ഫങ്ഷൻസ്, ക്രെഡിറ്റ് ഫങ്ഷൻസും ഒക്കെയുണ്ട്. ഫിനാൻഷ്യൽ ഫങ്ഷൻസ്, ക്രെഡിറ്റ് കടം കൊടുക്കുന്നതും ഉണ്ട്. എന്തൊക്കെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്, RRBക്കും, കൊമേഴ്സ്യൽ ബാങ്കിലും എല്ലാവർക്കും ഷോർട്ട് ടൈമും മീഡിയം ടൈമും ലോൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആര് കൊടുക്കുന്നു? നബാർഡ് കൊടുക്കുന്നുണ്ട്. റീഫിനാൻസിങ് ആയിട്ട് കൊടുക്കുന്നു. ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ട്രെയിനിങ്ങിനും റിസർച്ചും നടത്തുന്നു. ട്രെയിനിങ്ങും റിസർച്ചും. റെഗുലേറ്ററി അല്ലെങ്കിൽ സൂപ്പർവൈസറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, RRBയിലും ഇൻസ്പെക്ഷൻ നടത്തുന്നു. RRBയിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലും. ഇപ്പോൾ അതില്ല. ഓക്കെ, ഇപ്പോൾ RRBയിലും കേരള ബാങ്കിലും ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് നബാർഡിൻ്റെ ഫണ്ടുകൾ. നോക്കിക്കേ, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്. നാഷണലും വന്നു, റൂറലും വന്നു. ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്. ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് ഫോർ ഗിവിംഗ് ലോങ് ടൈം ലോൺസ് ടു കോപ്പറേറ്റീവ്സ് ആൻഡ് പർച്ചേസിംഗ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ KS കാർഡ് ബാങ്ക്. അതായത്
നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് ഓർത്തിരിക്കുക. ദെൻ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. റൂറൽ ഒട്ടുമിക്കതിനും വരാറുണ്ട്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ദെൻ അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട്, റൂറൽ ഇന്നവേഷൻ ഫണ്ട്. ഞാൻ പറഞ്ഞില്ലേ റൂറൽ വരുമ്പോൾ ഒന്നും കൂടി വായിച്ചു നോക്കണം. റൂറൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു റൂറൽ എന്ന് ചേർത്തിട്ട് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തരാം. അങ്ങനെയല്ല, റൂറൽ വരുന്നത് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അപ്പം റൂറൽ ഇന്നവേഷൻ ഫണ്ട്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വന്ന എന്നാ 95-96 കാലഘട്ടത്തിലാണ്. ദെൻ അതുപോലെ തന്നെ ലോങ് ടൈം ഇറിഗേഷൻ ഫണ്ട്, കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് 92-93 കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ടുകൾ നോക്കിക്കേ. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്, ദെൻ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, ലോങ് ടൈം ഇറിഗേഷൻ ഫണ്ട്, കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്. ഓക്കെയാണേ. നബാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഫണ്ടുകളാണ് ഇതെല്ലാം. ഇനി നോക്കിക്കേ, നബാർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 15 മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ചെയർമാൻ ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ചെയർമാനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സിറ്റിംഗ് MLAക്കോ MDക്കോ ഒരിക്കലും നബാർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പർ ആവാൻ പറ്റത്തില്ല. 15 അംഗ സമിതിയാണ് ഉള്ളത്. അപ്പം നബാർഡിന് 15 മെമ്പർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 15 പേരുണ്ട്. ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. സിറ്റിംഗ് MPക്കോ MLAക്കോ ഇവിടെ നബാർഡിൽ ഒരിക്കലും മെമ്പർ ആവാൻ പറ്റത്തില്ല. ഓക്കെ. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ നബാർഡ് ചോദിക്കും, അല്ലെങ്കിൽ നബാർഡിന്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചോദിക്കും. ഈ കഴിഞ്ഞ CSEB എക്സാമിന് തൊട്ട് മുൻപ് വന്ന 31ാമത്തെ അന്ന് 160 ചോദ്യമായിരുന്നു. അതിനകത്ത് 61ാമത്തെ ചോദ്യമായിരുന്നു ബേർഡ്. നബാർഡും ബേർഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മറ്റു ചോദിച്ചു. നബാർഡിന് 6 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, 31 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ബേർഡ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. ബേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് കോളേജാണ്. എന്താ എവിടെ കൊണ്ടുവന്നത്? ആരുടെ അണ്ടറിലുള്ളതാണ്? നബാർഡിന്റെ അണ്ടറിലുള്ളതാണ്. വന്ന വർഷം 83ലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ദെൻ അത് ഹൈദരാബാദിലാണുള്ളത്. ഗ്രാമിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ്. ഗ്രാമിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി പബ്ലിക്കേഷനാണ്. നബാർഡിന്റെ ഹാഫ് ഇയർലി പബ്ലിക്കേഷനാണ് ആര്? ഗ്രാമിയ. ദെൻ നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറഞ്ഞാൽ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് അവൈൽഡ് ബൈ DCB ഫ്രം കേരള ബാങ്കിന് മാക്സിമം ഫണ്ടുകൾ നബാർഡ് കൊടുക്കാറുണ്ട്. എങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? എന്താണ് അതിന് പറയുന്നത്? നോൺ ഓവർ ഡ്യൂ കവർ എന്നാണ് പറയുന്നത്. നോൺ ഓവർ ഡ്യൂ കവർ ഈസ് ദ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് അവൈൽഡ് ബൈ കേരള ബാങ്ക് ഫ്രം നബാർഡ്. ഓക്കെ ആണേ. നബാർഡിന് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വികാസ് വോളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വികാസ് വോളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെന്റ് 1992 ഇതെന്ന് പറഞ്ഞാൽ ഈ വികാസ് വോളണ്ടിയർ വാഹിനി സ്കീം ഇപ്പൊ പറയുന്ന പേരെന്താണ്? ഫാർമേഴ്സ് ക്ലബ് എന്നാണ് 2005 മുതൽ പറയുന്നത്. വികാസ് വോളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെന്റ് വന്നത് 92ലാണ്. ഇപ്പം 2005 മുതൽ ഇതിനെ പറയുന്ന ഫാർമേഴ്സ് ക്ലബ് എന്നാണ്. ദെൻ നാബ്ഫിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ്, നബാർഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. ദെൻ നെപ്കോൺസ്, നബാർഡ് കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ നബാർഡുമായി ബന്ധപ്പെട്ട ഒരു 90% കാര്യങ്ങളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പലതവണ കേൾക്കുക, നോട്ടുകൾ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ. ദെൻ അടുത്തത് നോക്കിക്കേ, ദ സേ സൊസൈറ്റി ഹൂസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഈസ് ടു പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ. ഒരു താലൂക്ക് പ്രവർത്തന പരിധിയായിട്ടുള്ളത് ലോങ് ടൈം അഗ്രികൾച്ചർ, കാർഷിക വായ്പ ലോങ് ടൈം അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതുമായ സ്ഥാപനങ്ങൾ ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥാപനമാണ് ഏത്?
ഏത് സ്ഥാപനമാണ് ഇത് ചെയ്യുന്നത്? പീക്കാർഡ് ബാങ്ക് ആണ്. ഏതാണ്? പീക്കാർഡ് ബാങ്ക്. ഒരു താലൂക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിട്ടുള്ളത്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോങ് ടൈം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് പീക്കാർഡ് ബാങ്ക്. ഓക്കെ.